കമ്മ്യൂണിസ്റ്റുകൾ എന്തിനാണ് ലോക കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്? ഇവിടുത്തെ ലോക്കൽ കാര്യങ്ങളല്ലേ നോക്കേണ്ടത്? ഈ ചോദ്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു കാര്യം പറയാനുള്ളൂ, കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിസം ഈസ് നോട്ട് ഡിസ്ട്രാക്ഷൻ ഫ്രം നാഷണൽ ഇഷ്യൂസ്, ഇറ്റ് ഈസ് ഐഡന്റിഫൈയിങ് ദ എനിമി കറക്റ്റ്ലി. അതായത് ആരാണ് ശത്രു എന്നത് ശരിക്കും മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നു എന്നതാണ് അർത്ഥം. Capital is global, exploitation is global, so resistance must be global too. അതുകൊണ്ട് ഇന്റർനാഷണൽ നിലപാടിലൂടെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മാത്രമേ ലോക്കൽ കാര്യങ്ങൾ നടത്താൻ കഴിയൂ. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ ഫലപ്രദമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല. സാധാരണ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളായ വിലവർദ്ധനവ്, തൊഴിലില്ലായ്മ എന്നീ കാര്യങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന മൂലധന വ്യവസ്ഥിതിയുടെ വെറും റിഫ്ലക്ഷൻ മാത്രമാണ് എന്നതാണ് വസ്തുത. പ്രശ്നങ്ങളുടെ ഒറിജിൻ കണ്ടുപിടിച്ചാലേ അത് നിയന്ത്രിക്കാൻ കഴിയൂ എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം. സർവ്വദേശവും ഞങ്ങൾക്ക് കൊള്ളയടിക്കാനുള്ളതാണ്, ഞങ്ങൾക്ക് ലാഭമുണ്ടാക്കാനുള്ളതാണ് എന്ന് കരുതുന്ന മൂലധന വ്യവസ്ഥിതിയുടെ കാലത്താണ് നമ്മൾ കഴിയുന്നത്. ഇങ്ങനെയുള്ള മൂലധന വ്യവസ്ഥിതി ഒരു അതിർത്തിക്കും പരിഗണന കൊടുക്കാതെ കടന്നു വന്ന് സർവ്വദേശത്തും ഒരുപോലെ ചൂഷണം ചെയ്ത് ലാഭമുണ്ടാക്കി നടക്കുന്ന വ്യവസ്ഥിതിയാണ്. അങ്ങനെയുള്ള വ്യവസ്ഥിതിയെ നേരിടാൻ ഇവിടെ ഇരുന്ന് കിട്ടിയത് മതി എന്ന് കരുതി സമാധാനിച്ചിരിക്കലാണോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യേണ്ടത്? ക്യാപിറ്റലിസം അഥവാ മൂലധന വ്യവസ്ഥിതിയെ നേരിടാൻ സർവ്വദേശത്തുമുള്ള തൊഴിലാളികൾ സർവ്വദേശവും അവരുടെ ദേശമാണെന്നുള്ള തിരിച്ചറിവിൻ്റെ പുറത്ത് യോജിക്കുമ്പോഴാണ് അതിനെ എഫക്റ്റീവായി നേരിടാൻ കഴിയുക. മറ്റു രാജ്യങ്ങളെ നശിപ്പിക്കുന്ന അതേ ആഗോള സംവിധാനമാണ് ഇന്ത്യയിലെ തൊഴിലാളിയെയും കർഷകനെയും ദരിദ്രനെയും ബാധിക്കുന്നത് എന്ന തിരിച്ചറിവാണ് അന്തർദേശീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിനെ പ്രേരിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് കോവിഡ് സമയം. ഒരു രാജ്യത്ത് വൈറസ് ഉണ്ടെങ്കിൽ അത് ലോകമൊട്ടാകെ ഭീഷണിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അതുകൊണ്ടാണ് രാജ്യങ്ങൾ പരസ്പരം വാക്സിനുകൾ നൽകി സഹായിച്ചത്. എന്തുകൊണ്ട് അവരെ സഹായിക്കണം? നമ്മുടെ കാര്യമാണോ എന്ന് ആരും ചോദിച്ചില്ല അല്ലേ? കാരണം അതിജീവനത്തിന് സഹകരണം വേണം എന്ന സത്യം ലോകം തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെയാണ് സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടവും. മറ്റൊരിടത്ത് നടക്കുന്ന ചൂഷണം അവിടെ ഒതുങ്ങുന്നില്ല. അത് നാളെ ഇവിടെ തൊഴിലില്ലായ്മയായും വിലക്കയറ്റമായും അവകാശ നഷ്ടമായും എത്തും. ഉദാഹരണത്തിന്, അയൽക്കാരൻ്റെ വീട് കത്തുന്നുണ്ടെങ്കിൽ എന്തിനു വിഷമിക്കണം, നമ്മുടെ വീടിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് വലതുപക്ഷ യുക്തി. എന്നാൽ കമ്മ്യൂണിസ്റ്റ് യുക്തി വേറൊന്നാണ്. തീ പടർന്നാൽ അത് നമ്മുടെ സ്വന്തം വീട്ടിലേക്കും എത്തും. അതുകൊണ്ട് ഈ കാര്യം അറിയുന്നവർ സ്വന്തം വീടിനല്ല തീ പിടിച്ചതെങ്കിലും അത് കെടുത്താൻ നോക്കും. അതുപോലെയാണ് സാമ്രാജ്യത്വം, യുദ്ധം, ഉപരോധങ്ങൾ, ആഗോള മൂലധനം എന്നിവ അതിർത്തികളെ മാനിക്കാത്ത തീയാണ്. അതുകൊണ്ട് അത് പടരുന്നതിന് മുൻപ് തന്നെ കെടുത്തണം എന്നതാണ് കമ്മ്യൂണിസ്റ്റ് യുക്തി. Communists talk about international issues not because we love foreign countries, but because exploitation doesn't carry a passport. അതായത് കമ്മ്യൂണിസ്റ്റുകൾ അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ വിദേശ രാജ്യങ്ങളെ സ്നേഹിക്കണോണ്ടൊന്നുമല്ല, മറിച്ച് ചൂഷണത്തിന് പാസ്പോർട്ടോ വിസയോ ഒന്നും വേണ്ട എന്നതുകൊണ്ടാണ്. വെനസ്വേലയെ തകർക്കരുത് എന്ന മുദ്രാവാക്യം ഉയർത്തി ഡൽഹിയിൽ നടന്ന ജനസദസ്സിൽ കോൺഗ്രസ് പങ്കെടുക്കാതിരുന്നത് ഒരു യാദൃശ്ചിക തീരുമാനമല്ല. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ സാമ്രാജ്യത്വത്തോടുള്ള സമീപനത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണത്. വെനസ്വേലയ്ക്കെതിരായ അമേരിക്കൻ അധിനിവേശം ഒരു രാഷ്ട്രീയ തർക്കമല്ല, അത് സാമ്പത്തിക സൈനിക സാമ്രാജ്യത്വ ഇടപെടലാണ്. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ ONGC വെനസ്വേലയുമായി ചേർന്ന് ഖനനം ചെയ്യുന്ന എണ്ണ ഞാൻ വിൽക്കും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിലൂടെ ഇന്ത്യയുടെ വിദേശ നയത്തിലും സർവ്വദേശീയ അവകാശങ്ങളിലും നേരിട്ടുള്ള കയ്യേറ്റമാണ് നടന്നത്. എന്നിട്ടും മോദി സർക്കാർ
മൗനം പാലിക്കുന്നു. ഈ മൗനം നയതന്ത്ര പ്രശ്നമല്ല, അജ്ഞാനുവർത്തിയായ അടിമത്തത്തിൻ്റെ പ്രഖ്യാപനമാണ്. റഷ്യൻ എണ്ണ വാങ്ങരുത്, ഇറാനോട് സംസാരിക്കരുത്, ചൈനയെ എതിർക്കണം എന്നിങ്ങനെയുള്ള ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ നിയന്ത്രിക്കാൻ അമേരിക്ക നടത്തുന്ന തുറന്ന ഇടപെടലുകൾക്കെതിരെയുള്ള മൗനം സമ്മതം തന്നെയാണ്. ചേരിചേരാ പ്രസ്ഥാനം വെനസ്വേലയ്ക്കെതിരായ ആക്രമണം യുദ്ധകുറ്റം എന്ന് അപലപിച്ചപ്പോൾ ഒരു കാലത്ത് അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇന്ത്യയുടെ ശബ്ദം അവിടെ കേട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൻ്റെ നിലപാടും വിലയിരുത്തേണ്ടത്. നെഹ്റുവിൻ്റെ ചേരിചേരാ നയത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടത്തിലേക്കുള്ള യാത്രയിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പോലും ഹിന്ദുത്വ സാമ്രാജ്യത്വ സഹകരണത്തിലേക്ക് ലയിച്ചോ എന്ന ചോദ്യം ഉയരുന്നു. Those who don't understand internationalism will always fight the shadow, never the real enemy. That is the difference between left politics and right-wing politics. കമ്മ്യൂണിസ്റ്റുകൾ തദ്ദേശീയരുടെ ദുരിതങ്ങളെ അവഗണിക്കുന്നില്ല. അത് ആവർത്തിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അവർ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കേരളത്തിലൊരു ചെറിയ ചായക്കട സങ്കല്പിക്കുക. കടയുടമ ചായപ്പൊടി, പഞ്ചസാര, പാൽ എന്നിവ വാങ്ങും, അല്ലേ? നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കുന്ന പോലെ ചായയുടെ വില ആ കടയിൽ മാത്രമല്ല തീരുമാനിക്കപ്പെടുന്നത്. അതായത് പ്രൈസസ് ആർ നോട്ട് ഡിസൈഡഡ് ഇൻ ദാറ്റ് ഷോപ്പ് ഓൺലി. They are decided by global companies. They are also decided by global companies, global markets and wars. അതായത് ആഗോള കമ്പനികളും ആഗോള വിപണികളും യുദ്ധങ്ങളും ഇതൊക്കെയാണ് ഇതിൻ്റെ തീരുമാനിക്കപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിലൊരു യുദ്ധം നടന്നാൽ ഇന്ധനവില ഉയരും. ഇന്ധനവില വർദ്ധിച്ചാൽ ചെലവ് വർദ്ധിക്കും. ഗതാഗത ചെലവ് വർദ്ധിച്ചാൽ ചായ വില ഉയരും. അപ്പോൾ അതേ ആളുകൾ തന്നെ ചോദിക്കുക, എന്തിനാ ഈ CPM പാലസ്തീനെ കുറിച്ച് സംസാരിക്കണത്? ഇത് വേറെ സ്ഥലത്ത് നടക്കുന്ന കാര്യമല്ലേ? കാരണം പാലസ്തീൻ ഈസ് ഓൾറെഡി ഇൻസൈഡ് യുവർ ടീ ഗ്ലാസ്. അതുപോലെ സാമ്രാജ്യത്വം കൊണ്ട് വാസ്തവത്തിൽ ആർക്കാണ് ജോലി നഷ്ടപ്പെടുന്നത്? ആരാണ് വിലക്കയറ്റം സഹിക്കുന്നത്? ആരാണ് സുരക്ഷയില്ലാതെ ജീവിക്കുന്നത്? നമ്മൾ എല്ലാവരുമാണ്. ഈ പ്രോബ്ലത്തിനെ റിലീജിയസ് സ്റ്റോറിയോ ഐഡന്റിറ്റി പ്രോബ്ലമോ ഒക്കെ ആക്കി ഡൈവേർട്ട് ചെയ്യലാണ് വലതുപക്ഷം ചെയ്യുന്നത്. കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള ഭൂമി വിതരണം തുടങ്ങി ഇവിടെ ലെഫ്റ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള വിദ്യാഭ്യാസ നയം, ശിശുമരണ നിരക്ക് ഒക്കെ മറ്റു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും ഇതൊക്കെ മറ്റു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മറ്റ് ഡെവലപ്ഡ് രാജ്യങ്ങളുടെ ഒപ്പമാണ്. ഇത് കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരുകളുടെ അന്താരാഷ്ട്ര നിലപാടുകളാണ്. അവസാനമായി ഒരു കാര്യം മാത്രം പറയാം. ഇൻ്റർനാഷണൽ ഐക്യദാർഢ്യം എന്നാൽ അത് യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയലാണ്. മറ്റു രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന കരുതൽ നമ്മുടെ ജനങ്ങളെ മറക്കലല്ല. ഒരേ സംവിധാനമാണ് അവരെയും നമ്മളെയും ചൂഷണം ചെയ്യുന്നത് എന്ന ഉത്തമ ബോധ്യമാണ്.